ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിൻ്റെ ഏവരും ഗംഭീര പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹണിമൂൺ പെർഫോമൻസ്, അതായത് അവരോട് ചെന്നിട്ട് ഭയങ്കര രീതിയിൽ കുന്നിലും ചരിവിലെല്ലാം പോയി നിന്നിട്ട് രേവതിക്ക് ഇതൊന്നും പരിചയമില്ല, പക്ഷേ സച്ചി ഇതെല്ലാം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുക, അടിപൊളിയായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് അങ്ങനെ. അതായത് സച്ചി ഒരു ഡ്രൈവർ ആയതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം കൂടുതലായിട്ട് ഒരുപാട് പേര് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റുള്ള ട്രാവൽ കസ്റ്റമറൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്തതിനെക്കാട്ടും കൂടുതൽ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട് നമ്മുടെ സച്ചി. സ്വന്തം ഭാര്യയുമായിട്ട് വന്നതിൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. കാരണം ഞാൻ അത്ര രീതിയിൽ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഒരു വർഷത്തിന് ഇടയ്ക്ക് വേറൊരു ടൂറ് പോകുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം ഈ ഒരു ടൂർ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി കാണിക്കുക. ചന്ദ്രമതി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊരു വെകിളി പിടിച്ച ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആലോചിക്കണം, അവർ പോയിട്ടാണ് ഒരു സമാധാനം ഇല്ല, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ താഴോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രമതി, മക്കൾ പോയിട്ട് ഒരു സമാധാനം ഇല്ലേ? ഈ സാധാരണ അമ്മായിമ്മമാർ തിരിച്ചു വരുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അടവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് നിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർക്കും, അയ്യോ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയ സാധനമാണല്ലോ, ഇയാൾ എൻ്റെ മനസ്സ് വായിക്കുന്ന യന്ത്രം വല്ലതും ഇയാളുടെ കയ്യിലുണ്ടോ എന്നുള്ള രീതിയിൽ സ്വയം ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഈ രവീന്ദ്രനോട് പറയുന്നുണ്ട്, ഞാനങ്ങനെയൊന്നും ചിന്തിച്ചില്ല അതായെന്ന് പറയുന്നുണ്ട്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനെവിടെയും അല്ല, നീ ടൂർ പോയിട്ടുണ്ടല്ലോ, നിന്നെയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ, പിന്നെ എന്നാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളെവിടെ കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല, നിങ്ങളുടെ ബസ്സേ കയറ്റി വെച്ച് കൊണ്ടുപോയിട്ട് ഇതാണ് എന്നൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നേക്കുന്നതെന്ന് ചോദിക്കും. ഉടനെ പറയുന്നത്, ഇത് എടി അതല്ല, നിന്നെ ഡൽഹി കൊണ്ടുപോയില്ല, ആഗ്രയിൽ കൊണ്ടുപോയില്ല, അവിടെയൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്ക് നിനക്ക് എന്നെ ആസ്വദിക്കാൻ പറ്റിയില്ല ചോദിക്കുക. അവിടെയൊക്കെ കൊണ്ടുപോയപ്പോഴേ ഈ മിഥുന സിനിമയിൽ കൊണ്ടുപോയതുപോലെ മോഹൻലാൽ കുടുംബ ആൾക്കാരെ കൊണ്ടുപോയതിന് നിങ്ങളുടെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെ അതൊരു ടൂറാകുന്നു, അല്ലാതെ ഒരു ഹണിമൂൺ ആകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണ് വലിയ കാര്യം, അതൊക്കെ ഒന്നുമില്ല, അമ്മ മാത്രമല്ല ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളെന്തായി എങ്ങനെ ചോദിക്കാന്നുള്ള രീതിയിൽ പെട്ടെന്ന് സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചിനെ വിളിക്കുമ്പോഴത്തേക്ക് ശരി, സച്ചി ഫോൺ എടുത്തിട്ട് സച്ചി അങ്ങോട്ട് വിളിക്കാന്നുള്ള രീതി നിൽക്കുമ്പോൾ തന്നെ സച്ചി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാം, അച്ഛാ എന്നാണ്ട് വിശേഷം ചോദിക്കണം. മോനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നൊക്കെ പറയുന്നുണ്ട്. ആണോ, എന്നാണ്ട് വിശേഷം, നിങ്ങൾ അവിടെ എത്തിയോ? അച്ഛാ ഞങ്ങൾ എത്തി, ഇവിടെ ഗംഭീര കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, നല്ല കോടയും മഞ്ഞും, അതുപോലെ പിന്നെ കുന്നൻ ചെരിവുകളും, പിന്നെ നല്ല ഹിൽട്ടോ, അതായത് ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അണ്ണേ രവതിമോളെ എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളി അച്ഛാ, സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ണേ അച്ഛനെ ഒരു ദിവസം കൊണ്ടുവരാൻ കേട്ടോ എന്നുള്ള പറയുമ്പോഴത്തേക്ക് പറയും, അതൊന്നും വേണ്ട, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ എന്തിനാ വരുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അപ്പം അന്ന് നമ്മൾ പോയപ്പോഴത്തേക്ക് നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ കൂട്ടിയില്ലേ, ഇവർക്ക് മാത്രം തന്നെ അത്ര സ്പെഷ്യൽ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും മിണ്ടില്ല. അത് കഴിഞ്ഞുകൊണ്ട് പറയുന്നത്, എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചാൽ, ഫുഡ് കഴിച്ച മോളെ തന്നെ, ഗുളിക അയ്യോ അത് വിട്ടുപോയെന്ന് പറയുമ്പോൾ, ഇതിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ യാത്ര മുടക്കിയിട്ട് അങ്ങോട്ട് വരും കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല മോളെ ഞാൻ കഴിച്ചോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരി, രേവതി പറഞ്ഞിട്ടുണ്ട്, സച്ചേട്ടാ ഇവരെല്ലാവരും ഒന്ന് കാണിച്ചിട്ട് ഈ സ്ഥലങ്ങളെല്ലാം രണ്ടുപേരും ഒന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ സച്ചി മാറി ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്കാണ് അസൂയയും കുശുമ്പും എല്ലാം കൊണ്ടും നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കാം എന്നുള്ളത് പറയുന്നത്, എല്ലാം ആസ്വദിച്ച് അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അടുത്തുനിന്ന് പറയുകയാണ്, അവരല്ലെങ്കിൽ അടിച്ച് പൊളിക്കും, എല്ലാം എവിടെ പോയാലും അടിയും പിടിയൊക്കെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മ അങ്ങനെയൊന്നുമില്ല, സച്ചിയായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അത് കഴിഞ്ഞ് കോള് കട്ടാക്കിയിട്ട് പിന്നെ അവർ കാഴ്ചകൾ കാണാൻ കൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണം, ചന്ദ്രമതി എനിക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഡൈനിങ് ടേബിളിൽ കഴുകാത്ത ഈ
പ്ലേറ്റ് ഇരിക്കുന്നത് ഇതാരാ കഴിച്ചിട്ട് കഴുകാത്ത ഈ ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നോ? അത് ഞാൻ മറന്നു പോയത്, ഞാനത് ശരിയാക്കാം എന്നുള്ള രീതി പറയുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പുറത്തോട്ട് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഈ സോഫയിലെല്ലാം ഡ്രസ്സ് കിടക്കുക. ആ ഡ്രസ്സ് കണ്ടിട്ടിരിക്കുന്നത് ഇതെന്നെ ചന്ദ്രമതി ഇതെന്നെ കാണിച്ചിട്ടേക്ക് നിന്നൊന്നും അടുക്കിപ്പറക്കി വെക്കത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, അതെന്നാ ചെയ്യാനാ, ഞാനിപ്പം മറന്നു പോയിട്ടാ, അത് ഞാൻ ചെയ്യാം എന്ന് പറയാം. ഇത് മാത്രം ഞങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അതായത് ഞാൻ ചെയ്തോളാം. പിന്നെ ഇതൊക്കെ ഇവിടെ ഇതൊന്നും ഇങ്ങനെ ഇപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. അതായത് രേവതി മോൾ ഉള്ളപ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഇപ്പം നീ വന്ന പിന്നെയാണല്ലോ ഈ സംഭവം. നിങ്ങളുടെ രേവതി മോൾ അവൾ മാത്രമേ ഇതെല്ലാം ചെയ്തതെന്ന് പറയുക. അപ്പം അതിന് മുമ്പ് ഇത് വീടല്ലായിരുന്നു, അവൾ വന്നപ്പോഴാണ് ഇത് ശരിക്കും വീടായത്. ഇപ്പം അവളൊന്ന് 2 ദിവസത്തേക്ക് മാറി നിന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, എന്താ അവസ്ഥ എന്നുള്ള ഇത് ചോദിക്കുന്നുണ്ട്. ഉടനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മരുമോളെ എന്നെ പൊക്കി പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചന്ദ്രമതി അത് കഴിഞ്ഞാൽ രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ പോയതിൻ്റെ ഒരു വിഷമം എന്ന് പറയുമോ, അല്ല ഞങ്ങളിവിടെ ഉള്ളത് നിങ്ങൾക്ക് കണക്കാക്കുന്നില്ലേ? അല്ല അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ ഒരു സ്ഥാനം ഒരു വേറെ തന്നെയാണ്. അവരില്ലെങ്കിൽ ആ ഒരു വിടവ് നികത്താൻ ആരെയും കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു രവീന്ദ്രൻ പറയണം. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതി ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 3-4 ആമ്പിള്ളേർ അമ്മമാർ ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓടിക്കളിക്കുമ്പോഴത്തേക്ക് രേവതി വിളിക്കുമ്പോഴത്തേക്ക് അതിലൊരുത്തം പറയാം പേര് കൊള്ളാം രേവതി. അത് കഴിഞ്ഞ് അടുത്തം പറയും എനിക്ക് പേരിനേക്കാട്ട് ഇഷ്ടം അവളെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് അവളെ ടീസ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഈ 4 പേർക്ക് ഉള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു തമ്മിൽ കള്ള് കുടിക്കുന്നുണ്ട്. ആ ഗ്ലാസ് നിറയെ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ഈ മദ്യം കുടിക്കുകയാണ്. ആ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ട് എങ്ങനെയെല്ലാം അവരെ പൊക്കണം എന്നുള്ളത് പറയാം. പിന്നെ ഒരു വണ്ടി എടുത്തുകൊണ്ട് സച്ചിൻ്റെ രേവതിയും അങ്ങോട്ട് പോവുകയാണ്. സച്ചിൻ രേവതി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവരെ ഫോളോ ചെയ്യുവാണ്. ഇവർ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി ചോദിക്കും എന്നടാ വണ്ടി ചേസ് ചെയ്ത് വരിക. അപ്പോൾ എന്താ നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം എന്ന് പറയാം. മര്യാദയ്ക്ക് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ പുറത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് രേവതിയെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ എന്നാൽ സച്ചിക്ക് എടാ നിന്നെ വെച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രേവതി പറഞ്ഞു സച്ചിയുടെ വിട്ടുകളെന്ന് പറഞ്ഞു. അതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് അവന്മാർ പോകുന്നതിൻ്റെ അതായത് അവന്മാരെല്ലാം ബൈക്കിലാണ്. അത് അവന്മാർ പോകുന്നതിൻ്റെ ബൈക്കിൻ്റെ പുറകെ പോയിട്ട് ചേസ് ചെയ്തൊരു സിറ്റിയുടെ അവിടെ ചെറിയ സിറ്റിയുടെ അവിടെ വെച്ച് വണ്ടി ചേസ് ചെയ്ത് നിർത്തിയിട്ട് നിനക്കൊക്കെ എന്നാത്തിൻ്റെ കേടാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാടി ഇറങ്ങി മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് ശരിയാക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നീ മര്യാദയ്ക്ക് നിന്നില്ല നിൻ്റെ മുതലേ കൊണ്ട് നീ പോടാന്നുള്ള രീതിയിൽ അവൻ പറയുമ്പോഴത്തേക്ക് ഒരു 3 പേർക്കിട്ട് മാറി അടിക്കും. അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ നാട്ടുകാരും രേവതി എല്ലാം ചേർത്ത് പിടിച്ച് സച്ചിയെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇവന്മാർക്ക് വാശി കൂടി അവന്മാർക്ക് അടിക്കുന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ആകെ ഒരു ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല മറ്റേ ഈ കസര അല്ല ഊഞ്ഞാലാടുന്ന ഒരു ഇതിലൊരു കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ ശ്രുതി വന്ന് ചോദിക്കും എന്നാ ശ്രുതി നിനക്ക് പറ്റിയെന്ന് ചോദിക്കുക. അതെ എനിക്കും ഒരു ടൂറ് പോയാൽ കൊള്ളാമെന്നുണ്ട്. അത് ശ്രുതി ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അതെന്തിനാ നമുക്കേ ടൂറ് പോകാം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്. 2 ആഴ്ച എന്തിനാ, ഇപ്പം തന്നെ പോകണം, നമുക്ക് നാളെ തന്നെ പോകണം. അതിന് നാളെ തന്നെ ഇവിടുന്ന് മാറിന്നാലേ നമുക്ക് ടെൻഷൻ ഫ്രീ ആകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരി അത് മാറി നിന്നാലേ ടെൻഷൻ ഫ്രീ ആകത്തുള്ളൂ എന്ന് പറയാം. ശരി അപ്പം അറേഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ശരി ഇപ്പം തന്നെ അറേഞ്ച് ചെയ്യാം, പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നാളെ തന്നെ അറേഞ്ച് ചെയ്ത് നമുക്ക് വാഗമണ്ണ് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഒരാളെ വിളിക്കുന്ന ഡ്രൈവർ സുഗുണനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡ്രൈവർ സുഗുണൻ ആണ് പറയുമ്പോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അപ്പോൾ അവർ ടൂർ പോകാനുള്ള വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. ആദ്യം ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ വണ്ടി പോയി ടാക്സി വണ്ടി പോയാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അതുപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ അടി കൊണ്ടവന്മാരെയാണ് അവന്മാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയും അവൻ്റെ 2 അത് സച്ചിക്ക് 2 കൊടുക്കണം, അതുപോലെ നമ്മളെ പൊക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അതിനാൽ ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് വരുന്ന ഓരോ നമുക്ക് വരുന്ന നാട്ടിൽ വിശേഷങ്ങളെല്ലാം ഡെയിലി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.